യു പ്രതിഭ എം.എൽ.എ ബി.ജെ.പിയിലേക്ക് സ്വാഗതം ചെയ്ത് സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ബിപിൻ സി ബാബു എം.എൽ.എ വളഞ്ഞിട്ടാക്രമിച്ചത് അപലപനീയമാണ് എന്നും പ്രതിസന്ധിയിൽ പ്രസ്ഥാനം കൂടെ നിന്നില്ല എന്നും ബിപിൻ സി ബാബു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. വിശദാംശങ്ങളുമായി ശരത് എസ് ഉണ്ട്. ശരത്, ഇപ്പോൾ ബിപിൻ സി ബാബു CPM-ൽ നിന്ന് ബി.ജെ.പിയിലേക്ക് പോയിട്ട് അല്പദിവസമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ പ്രതിഭയ്ക്ക് പിന്തുണയുമായി നേരത്തെ ബി ഗോപാലകൃഷ്ണൻ വന്നിരുന്നു. തൊട്ടു പിന്നാലെ ഇപ്പോൾ ബിപിൻ സി ബാബുവിന്റെയും പോസ്റ്റ് എന്താണ് പറയുന്നത്? സ്മൃതി, അതായത് നേരത്തെ തന്നെ ബി ഗോപാലകൃഷ്ണൻ യു പ്രതിഭയ്ക്ക് പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ BJP നേതാവ് കൂടിയായ ബിപിൻ സി ബാബുവും പ്രതിഭയ്ക്ക് പിന്തുണ അറിയിക്കുകയും ഒപ്പം BJP-യിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസമായിരുന്നു MLA-യുടെ മകനെ കഞ്ചാവ് കേസിൽ എക്സൈസ് പിടികൂടിയിട്ടുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ തന്നെയാണ് ഇപ്പോൾ എന്തായാലും ബിപിൻ സി ബാബുവും MLA-ക്ക് പിന്തുണ അറിയിക്കുന്നത്. ഇതിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് MLA-യെ വളഞ്ഞിട്ടാക്രമിച്ചത് അപലപനീയമാണ്. ഒപ്പം പ്രതിസന്ധിയിൽ MLA-യുടെ കൂടെ അവരുടെ പ്രസ്ഥാനം നിന്നില്ല. കുട്ടികൾക്ക് തെറ്റ് സംഭവിച്ചാൽ തിരുത്തി നല്ലതിലേക്ക് നയിക്കുകയാണ് വേണ്ടത്. കൂടെ നിൽക്കേണ്ടവർ പോലും പിന്തുണച്ചില്ല. അതേപോലെ തന്നെ നാളെക്കുറിച്ച് ചിന്തിക്കുന്ന ദേശീയതയിലേക്ക് MLA സ്വാഗതം ചെയ്യുന്നു, അതായത് BJP-യിലേക്ക് MLA സ്വാഗതം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും ബിപിൻ സി ബാബുവും പറയുന്നത്. നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ വി ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരും ഈ MLA-ക്ക് പിന്തുണ അറിയിച്ച് എത്തുകയും ചെയ്തിരുന്നു. അതേസമയം CPM നേതാക്കൾ ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിക്കാനോ അനുകൂലിച്ച് രംഗത്ത് വരാനൊന്നും തന്നെ തയ്യാറായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ശരത്, പ്രതിഭ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല അല്ലേ? നേരത്തെ രണ്ട് BJP നേതാക്കളിനായി വരുന്ന തുടർച്ചയായി പിന്തുണയെക്കുറിച്ച് പ്രതിഭയും വേണ്ടിയിട്ടില്ല. നിലവിൽ ഈ രണ്ട് വിഷയങ്ങളിലും, അതായത് നേരത്തെ ഗോപാലകൃഷ്ണന്റെ പോസ്റ്റ് വന്ന സമയത്തൊക്കെ തന്നെ നമ്മൾ പ്രതികരണം തേടിയതാണ്. പക്ഷെ അവരൊന്നും ഇതുവരെ ഈ വിഷയത്തിലൊന്നും തന്നെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അവർ ഈ മകനെതിരെ കേസെടുത്ത സംഭവത്തിൽ മാധ്യമങ്ങൾക്കെതിരെ പല ഘട്ടത്തിൽ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പിന്തുണ അറിയിച്ചെത്തിയവരോടുള്ള ആ വിഷയങ്ങളിലൊന്നും തന്നെ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ശരി, ശരത്താണ് വിവരങ്ങൾ നൽകിയത്.